കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിനുള്ള ധനസഹായത്തിനായി കോട്ടയം ജില്ലാ കളക്ടർ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ചീഫ് സെക്രട്ടറിക്കാണ് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ റിപ്പോർട്ട് കൊടുത്തത്. അപകടത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധം ഇന്നും തുടരാൻ സാധ്യത. ഇന്നലെ സംസ്ഥാനത്താകമാനം പ്രതിഷേധം ആയിരുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ഇതിനിടയിൽ തന്നെ ടോബി, ഗുഡ് മോർണിംഗ്. ഡിവൈഎഫ്ഐ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മന്ത്രി വീണ ജോർജിൻ്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് പ്രകടനമായി പോയി അവിടെ പ്രതിഷേധിച്ച ആളുകളുടെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ പ്രതിപക്ഷ നേതാവിനും കേരളത്തിലൊരു വീടുണ്ട് എന്ന കാര്യം മറക്കരുത്. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും നമുക്കൊരു സന്തോഷം നൽകുന്ന വാർത്തയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ റിപ്പോർട്ട് സർക്കാരിന് ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു. HDS-ന്, അതായത് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഒരു ആദ്യഘട്ട തുക ഈ കുടുംബത്തിന്, ബിന്ദുവിൻ്റെ കുടുംബത്തിന് ഒരു ധനസഹായം ഈ ബിന്ദുവിൻ്റെ കുടുംബത്തിന് മന്ത്രി VN വാസവൻ നൽകി. അതിനുശേഷം ഇപ്പോൾ സർക്കാരിൻ്റെ ധനസഹായത്തിന് വേണ്ടിയുള്ളൊരു റിപ്പോർട്ട് എത്രയും വേഗം തന്നെ നൽകണമെന്ന് സർക്കാർ മന്ത്രിമാർ ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരമാണ് പെട്ടെന്ന് തന്നെ ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പരിഗണിച്ചായിരിക്കും ധനസഹായം പ്രഖ്യാപിക്കുക. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ, വലിയ പ്രക്ഷോഭങ്ങൾ തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവത്തിൽ നടക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഒരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ അതിനെ എടുത്തുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് മന്ത്രി VN വാസവനെയും വീണ ജോർജിനെയും എല്ലാം തന്നെ കരിങ്കൊടി കാണിക്കുകയും അവരുടെ വീട്ടിലേക്ക് അടക്കം മാർച്ച് നടത്തുകയും ചെയ്യുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് DYFI അടക്കം ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുമ്പോൾ പോലും ആ ഒരു വീഴ്ച അത് ഒരിക്കലും നമുക്ക് തള്ളിപ്പറയാൻ അല്ലെങ്കിൽ അതിനെ കാണാതെ പോകാൻ സാധിക്കില്ല. അത്തരമൊരു സംഭവം ഉണ്ടായതിൽ ആർക്കാണ് വീഴ്ച പറ്റിയത് എന്നുള്ളത് ഈ ഒരു ജില്ലാ കളക്ടറുടെ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് എത്രയും വേഗം ആ റിപ്പോർട്ട് നൽകുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഒരു വശത്ത് നടക്കുമ്പോൾ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഒരാളുടെ ജീവനെന്ന് നമുക്ക് വെറുതെ പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരാളുടെ ജീവനും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് ശക്തമായി അരങ്ങേറുന്നത്. ഈ കെട്ടിടം ഉപയോഗിക്കാൻ പാടില്ല, ഇതിന് ബലക്ഷയമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ മുൻപും ഉണ്ടായിരുന്നു. എത്രയും വേഗം ഈ കെട്ടിടത്തിൽ നിന്നും മാറണമെന്ന് മെയ് 30-ന് ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിൽ ചേർന്ന ഒരു യോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായി എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾ തുടരുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ രണ്ടുപേർ മാത്രമേ അപകടത്തിൽപ്പെട്ടുള്ളൂ എന്ന് മന്ത്രിമാർ പറഞ്ഞത് വലിയ ഒരു കാരണം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ വലിയ സമരത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ സൂപ്രണ്ടിനും അതുപോലെ തന്നെ മന്ത്രിമാർക്കും സാധിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ആദ്യമേ അവിടെ ഓടിയെത്തിയപ്പോൾ അവിടെ നിന്നവരിൽ നിന്നും, രക്ഷാപ്രവർത്തനം നടത്തിയവരിൽ നിന്നും അറിഞ്ഞത് ഇങ്ങനെയൊരു രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അതിന് ഏറെ നേരം കഴിഞ്ഞാണ് ഇങ്ങനെ ഒരാൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അറിഞ്ഞത് എന്നാണ് വിശദീകരണം വന്നിരിക്കുന്നത്. പക്ഷേ അതൊരു തൃപ്തികരമായിട്ടുള്ള വിശദീകരണമായി പ്രതിപക്ഷ പാർട്ടികൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി അവർ മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലും പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാകുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ മന്ത്രി VN വാസവനും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ അവരുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടുകളിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ കളക്ടറുടെ റിപ്പോർട്ട് എന്താകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. SKN. Thank you.